പഴമയുടെ മണം വിട്ടുമാറാത്ത വള്ളുവനാട് ഗ്രാമം. സംസ്കാര സമ്പന്നമായ ഈ ഗ്രാമത്തിന് പത്തരമാറ്റ് സൗന്ദര്യം പകരുന്ന ഭാരതപ്പുഴ. ഈ പുഴയുടെ തീരത്ത് മൂന്നന്നിക്കാവ് എന്നൊരു ഗ്രാമമുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഉപജീവന മാർഗമാണ് വെങ്കിടേശ്വര സ്പിന്നിംഗ് മിൽ. സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് ഈ മില്ല് 1.5 വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. മിക്ക തൊഴിലാളികളും ഇപ്പോൾ കടക്കിണിയിലും പട്ടിണിയിലുമാണ്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, ചിലർ ആത്മഹത്യയുടെ വക്കിലാണ്. ഇതാണ് പഞ്ചായത്ത് മെമ്പർ KK സാറുടെ വീട്. മെമ്പറേ, നമ്മുടെ രാജേട്ടനല്ലേ? ഏത് രാജേട്ടൻ? നമ്മുടെ മടത്തും പഠിക്കില്ലേ? ഇന്നലെ രാത്രി തൂങ്ങി. അയ്യോ, എന്തിനാ അയാൾ ഈ കടുങ്കൈ ചെയ്തത്? കമ്പനി പൂട്ടിയത് മുതൽ ആള് പ്രശ്നത്തിലാണ്. ഓ, ബാങ്ക് ലോൺ, ആഴ്ചടവ്, കുറിപ്പൈസ, അങ്ങനെ സ്വൈര്യമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്നലെ ഭാര്യയായിട്ട് എന്തോ വഴക്കുണ്ടായി. എന്തിന്? വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചതിനാണ് പ്രശ്നം. ഈ വയസ്സുകാലത്ത് മൂപ്പർക്ക് ആര് പണിയെടുക്കാനാ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുതല് പോയില്ലേ? ബോഡി എവിടെ? പോലീസ് ഇൻക്വസ്റ്റ് നടത്തുക. വാ. ആത്മഹത്യ ചെയ്ത രാജേന്ദ്രന്റെ ഭാര്യയാണോ? അതെ സാർ. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കമ്പനി പൂട്ടിയത് മുതലേ ചേട്ടന് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. എന്താണ് കാരണം? മകളുടെ കല്യാണത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അതിന്റെ അടവ് തെറ്റി ജപ്തി ആവാറായി. പിന്നെ തമിഴിന്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ എടുത്തു. എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നിങ്ങൾക്ക് മക്കളില്ലേ? 2 പെൺമക്കളാണ് സാർ. ഇൻക്വസ്റ്റ് കഴിഞ്ഞു സർ. ബോഡി എടുത്താലോ? ഓക്കെ. ഇതും കൂട്ടി 7ാമത്തെ ആത്മഹത്യയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനെന്തെങ്കിലും പരിഹാരം കാണേണ്ട മെമ്പറെ. ഉത്തരണ്ടാവില്ല. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണം. എന്റെ പൊന്നു നന്ദ, ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയം കയറ്റരുത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നീ കടന്നു ഉരുളണ്ട. ഈ സമയത്ത് രാഷ്ട്രീയം മറന്ന് എല്ലാ പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്ന് കമ്പനി തുറക്കാനുള്ള ശ്രമം നടത്തണം. ആ രാഷ്ട്രീയമാണ് നാടിന് ആവശ്യം. അല്ല, മെമ്പറൊന്നും പറയാതിരുന്നപ്പോ ഞാൻ എന്താ പറയാ? കമ്പനി തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മെമ്പർ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പല ആളുകൾക്കും മെമ്പർ വേറെ ജോലികൾ ശരിയാക്കി കൊടുത്തു. പിന്നെ എല്ലാവർക്കും ജോലി ശരിയായി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ അത്രമാത്രം തൊഴിൽ വേണ്ടേ? മെമ്പറെ, ശരിക്കും കമ്പനിയുടെ പ്രശ്നം എന്താണ്? കമ്പനി നഷ്ടത്തിലാന്നാ മാനേജ്മെന്റ് പറയുന്നത്. അത് വെറും അടവാണ്. അല്ലടോ, കണക്കാർ കാണിച്ചെന്നതാ ശരിക്കും നഷ്ടത്തിൽ തന്നെ. സുബ്രേട്ടാ, ഒരു സോഡ. നഷ്ടമില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവർ നശിപ്പിച്ചു കളയോ? അത് ശരിയാ. കമ്പനി നഷ്ടത്തിലാ ഓടണെന്ന് വെച്ചാൽ അത് ലാഭം ഉണ്ടാക്കി തരാൻ പറ്റിയൊരാള് നെല്ലിക്കുറിശ്ശിയിലുണ്ട്. അതാരാ? മത്തി മൊയ്തുന്റെ മകൻ ഖാദർ മൊയ്തു. ഓ, ദുബായിലുള്ള. ദുബായ് അല്ല, ഷാർജയില്. ഷാർജയിലെ അറബികളുടെ ബിസിനസ് നോക്കി നടത്തുന്ന ഒരു ബിഗ് ബിസിനസ് മാഗ്നറ്റ്. അയാളെ കൊണ്ടുവന്ന് ഈ കമ്പനി ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞാ കമ്പനി ലാഭത്തിലും ആവും. ഇനി ഒരാളും ഇവിടെ ആത്മഹത്യ ചെയ്യില്ല. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. അയാളുടെ വാപ്പ മത്തി മൊയ്തുവിനെ ചെന്ന് കാണണം.
എന്താണ് ഒരു ജുമാക്കുള്ള ആളുണ്ടല്ലോ? ഞങ്ങൾ ഹാജരെന്ന് കാണാൻ വന്നതാ. മൂപ്പര് നല്ല ഉറക്ക. ഈ നേരത്തോ? മൂപ്പര് സുബൈക്ക് എണീക്കും, കുളിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ. ഓ, നാസ്ത കഴിഞ്ഞാ ഒന്ന് പത്രം വായിക്കും. അങ്ങനെ മയങ്ങും. വയസ്സായില്ലേ? എന്നാ ഉറക്കത്തുനിന്ന് വിളിക്കണ്ട, ഞങ്ങൾ പിന്നെ വരാം. അത് പറ്റില്ല. മൂപ്പരെ കാണാൻ വന്നാ കണ്ടിട്ട് പോകണം. ഉം, ഇനി ഉണ്ണുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ആളെ വിളിക്കണം. അതാ ഇവിടുത്തെ നിയമം. അല്ലെങ്കിൽ വരുന്നവരോട് കാണിക്കണം മര്യാദകേടാണത്രേ. നിങ്ങൾ കയറി കുത്തിരിക്കും, ഞാൻ ആചാര്യ വിളിക്കാം. ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا. അസ്സലാമു അലൈക്കും. കുത്തിരിക്കും. പറയിൻ, എന്താ വിശേഷം? മൂന്നുണ്ടിക്കാവിന്റെ അവിടെ ഒരു സ്പിന്നിംഗ് മില്ലുണ്ട്. അതൊക്കെ അറിയാം, വിജയൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഖാദർ മൊയ്ത് കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാവും. കമ്പനി നഷ്ടത്തിലാവാതിരിക്കാൻ മുഴുവൻ തൊഴിലാളികളും സഹകരിക്കും. എന്റെ മകനത് ഏറ്റെടുക്കുകയാണെങ്കിൽ കമ്പനി നഷ്ടത്തിലാവില്ല. പണ്ട് ഞാൻ മത്തിക്കൊട്ട തലയിലേറ്റിയിട്ടാ കച്ചവടം ചെയ്തേർന്നത്. ഓ, അന്നൊരു സഹായത്തിനായിട്ട് 4ാം ക്ലാസ് പഠിക്കുന്ന ഖാദറിനെ ഞാൻ സഹായത്തിന് കൂട്ടി. 1.5 കൊല്ലം കൊണ്ട് ഓൻ കച്ചവടം പഠിച്ചു. മാത്രല്ല, ഇക്ക് ചില ഉപദേശങ്ങൾ തരാനും തുടങ്ങി. ഓന്റെ ആദ്യത്തെ ഉപദേശം, സാധനം വാങ്ങാൻ വരുന്നവരെ ഒരിക്കലും ചതിക്കാൻ പാടില്ല എന്നാ. 10 ഉറുപ്പ്യയുടെ സാധനം വാങ്ങണവർക്ക് 12 ഉറുപ്പ്യയുടെ സാധനം കൊടുക്കണം. ഗുണത്തിലും അളവിലും അവരെ തൃപ്തിപ്പെടുത്തണം. എങ്കിലേ അവർ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഇരുന്ന് സാധനം വാങ്ങൂ. അത് ശരിയാ. ലാഭം കുറച്ച് കച്ചവടം കൂട്ടുക എന്നതാണ് അവന്റെ തന്ത്രം. പിന്നെ അവൻ കച്ചവടത്തിന്റെ പല തന്ത്രങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അന്നു മുതൽ കച്ചവടം എനിക്കൊരാരായിരുന്നു. അവനൊരു 14-15 വയസ്സായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉപ്പ കുറെ കാലായില്ലേ ഓടി നടക്കണ്, ഇനി ഇത്തിരി റെസ്റ്റ് ചെയ്യൻ, കച്ചവടം ഞാൻ നോക്കിക്കോളാന്ന്. പിന്നെ അവൻ ഉയരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു. നമ്മുടെ അനങ്ങമലയുണ്ടല്ലോ, അതിനേക്കാൾ ഉയരത്തിലേക്ക്. എൻ്റെ മകനെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ നിങ്ങളോ ഞാനോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹാജരെ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കുഴപ്പമില്ല, ഞാൻ ഓനെക്കുറിച്ച് നിങ്ങളെ അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഓ, ഇനി നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണ്ടേ നിങ്ങളോട് പറഞ്ഞോളി. വെങ്കടേശ്വര സ്പിന്നിംഗ് മില്ല് ഏറ്റെടുത്ത് നടത്തുമെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കൂ. ചോദിക്കാം, പക്ഷെ ഇപ്പൊ വിളിക്കണ്ട. ഓ നല്ല തിരക്കിലാവും. രാത്രി ഉറങ്ങണേൻ്റെ മുമ്പേ അവൻ എന്നെ വിളിക്കും. ഉപ്പാക്ക് സുഖാണോന്ന് ചോദിച്ചിട്ടേ ഓൻ ഉറങ്ങൂ. അപ്പൊ ഞാൻ അവനോട് പറയാ, പോരെ മതി. എന്നാ അങ്ങനെ. അല്ല, ഖാദർ മൊയ്ത് ഇത് ഏറ്റെടുക്കുന്ന അറിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു. ഇപ്പൊ വിളിക്കണേ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? സലാമേ, ആ ഫോൺ ഉണ്ട് എടുത്താ. أشهد أن لا إله إلا الله الله أكبر وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين.
എന്താ ഉപ്പ? ഒന്നുമില്ല, അന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അൽഹംദുലില്ലാ, നിങ്ങളുടെ കോള് കണ്ടപ്പോ ഞാൻ ബേജാറായി. ബേജാറാവണ്ട, ഞാൻ വിളിച്ചത് എന്തിനാന്നറിയോ? പറയും. ലക്കിടി കൂട്ടുപാതയില് മൂന്നുണ്ണിക്കാവിന്റെ അവിടെ ഒരു കമ്പനി ഉണ്ട്. ആ പൂട്ടിയ കമ്പനി ഏറ്റെടുക്കാൻ പറയാനാ? അതെ, അത് ഈ എങ്ങനെ അറിഞ്ഞത്? കുറച്ചു മുമ്പ് ആ വിജയം വിളിച്ചിരുന്നു. എന്നിട്ട് ഈ എന്താ പറഞ്ഞു? അതൊന്നും നടക്കില്ലപ്പാ. അതെന്താ? ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ അവിടെ ഒരു കമ്പനി. അതൊന്നും പ്രാക്ടിക്കലായിട്ട് സക്സസ് അല്ല. എന്നാ ഈ അവിടുത്തെ കച്ചവടം മുട്ടിയിട്ടുണ്ട് വായോ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഇവിടെ നല്ല രീതിയിൽ പോണ ബിസിനസ്സാ. അതൊക്കെ വിട്ട് ഞാനവിടെ വന്നാൽ ഒന്നെന്നെ എണ്ണണ്ടേ? ചിലപ്പോ വേണ്ടി വരും. കുറച്ചു കാലം മുമ്പ് ഈ നാട്ടുകാര് നിന്റെ അടുത്ത് മത്തി വാങ്ങിയിട്ടാ ഞമ്മള് പട്ടിണിയില്ലാതെ ജീവിച്ചത്, അന്നെ പഠിപ്പിക്കാനും പറ്റിയത്. അപ്പൊ ഈ നാട്ടുകാരിങ്ങനെ വിഷമത്തിൽ നിൽക്കുമ്പോ നമ്മള് ചിലപ്പോ അവരെ സഹായിക്കേണ്ടി വരും. അതാണ് നമ്മൾ മനുഷ്യര്. ഇപ്പൊ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് വിട്ടുവരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ സംഭാവന കൊടുക്കാം. അതൊന്നും വേണ്ട. കുറച്ച് കാശും പണം ഉണ്ടായിക്കൊണ്ടേ കാര്യമില്ല. നമ്മുടെ നാട്ടുകാർക്ക് എന്തേലും ഉപകാരം ഉണ്ടാവുമ്പോഴേ നമ്മളൊരു നല്ല മനുഷ്യനാകൂ. നീ അവിടുത്തെ കച്ചവടമൊക്കെ നിർത്തി അറബീനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്റെ മോൻ ഇങ്ങോട്ട് പോരെ. എന്നിട്ട് ഇവിടുത്തെ കമ്പനി ഏറ്റെടുത്ത് നമ്മുടെ നാട്ടുകാരെ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്ത്. അപ്പോ തമ്പുരാൻ നിന്നോട് കടപ്പെടും. ഞാനിപ്പോ എന്താ പറയാ? ഇതിന്റെ ഒരു ആഗ്രഹം പറ്റുക ചെയ്യും. നിങ്ങൾ എന്റെ ഉപ്പയല്ലേ? നിങ്ങൾ എന്താ ആഗ്രഹിച്ചാലും ഞാൻ നടത്തി തരൂലേ? നജ്ജിണ്ട് വാ. വരാ ഇപ്പാ. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ആ പോയത് ഖാദർ മൊയ്തു അല്ലേ? അയാൾ ഇത്രയും പെട്ടെന്ന് ഷാർജയിൽ നിന്ന് വന്നോ? നമ്മുടെ മെമ്പറല്ലേ വിളിച്ചിരിക്കണേ? മെമ്പർ ഏതാ പന്നി? അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ജപ്പാന്റെ കുട്ടികളെ എവിടെ? ആ വല്യപ്പ. ഔ രണ്ട് വലുതായാലോ മക്കളെ. വലിയപ്പന്റെ കുട്ടി നല്ല പഠിക്കണ്ടോ? പഠിക്കണ കാര്യമല്ലാതെ വേറെ ഏതെങ്കിലും ചോദിക്ക് വല്യപ്പ. അടി അടി. ഇജ്ജ് പഠിക്കണ്ട? ഞാൻ പഠിക്കണ്ട്. മിടുക്കി. എന്നാ ഇനി ഇവിടുത്തെ സ്കൂളിൽ ചേരാം. അശ്വിനെ അനക്ക് സുഖല്ലേ? സുഖാണപ്പാ. ഹെൽപ്പ് ചെയ്യണോ? വേണ്ടക്ക. നിങ്ങള് കട പൂട്ടിയില്ലേ? എന്തിന്? ഇന്ന് നമ്മുടെ നാട്ടിലെ ഉത്സവല്ലേ? ഉത്സവോ? അപ്പൊ നിങ്ങള് ഖാദർ മൊയ്തു വന്നത് അറിഞ്ഞില്ലേ? വന്നോ? അതാ പറഞ്ഞു ഇന്ന് ഉത്സവമാണെന്ന്. അപ്പോൾ ഞാൻ കട പൂട്ടണം? പിന്നെ പൂട്ടണ്ടേ? ഇന്ന് ഈ പഞ്ചായത്തിലെ ഒറ്റ കടയും തുറന്നിട്ടില്ല, സ്കൂളും തുറന്നിട്ടില്ല. എല്ലാരും ഖാദർ മൊയ്തുവിന്റെ വീട്ടിലാ. എന്തിന്? കമ്പനി ഏറ്റെടുക്കുമെന്ന് അറിയണ്ടേ? അപ്പൊ മെമ്പർ എവിടെ? കമ്പനി തുറക്കാൻ ഖാദർ മൊയ്തുമായി ചർച്ചയിലാ. അതെ ശങ്കര, ഈ കടയെ നോക്കി, ഞാനിപ്പോ വരാം. ലോണെടുപ്പ് തെറ്റിട്ട് കമ്പനി ജപ്തിക്ക് വെച്ചിരിക്കുക. ബാങ്കിൽ എത്ര അടക്കണം? 60 ലക്ഷമാണ് ലോണ്. ആ. പലിശ അടക്കം ഏകദേശം ഒരു 64-65 വരും. അത്രയൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു 40 ലക്ഷം രൂപ ക്യാഷായിട്ട് കാണും. ബാക്കി നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്നേ. ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ ഗോപിയേട്ടനാണ്, ഇവിടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം. എന്നാ അങ്ങനെ ആവട്ടെ. ബാങ്കിൽ എന്താ ഈട് കൊടുക്കുക? അത് കമ്പനിയുടെ സ്ഥലം തന്നെ പോരെ? അത് ജപ്തിക്ക് വെച്ചിരിക്കല്ലേ. ഓ, ഈ വീടും പറമ്പും മതിയോ? ധാരാളം. 40 കയ്യിലുണ്ടെങ്കിൽ 40 ലോൺ ഇടാം. ചില മെഷീനൊക്കെ തുരുമ്പായിട്ടുണ്ട്, അത് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1 കോടി ലോൺ എടുക്കേണ്ടി വരും. അതിന് സാധ്യതയില്ല. പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി മാത്രമേ ലോൺ കിട്ടൂ. ഇതെന്നെ ഗോപിയേട്ടനോട് പറഞ്ഞു പിടിച്ച് ശരിയാക്കിയതാ. ഓ ശരി ശരി. തികഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. അപ്പൊ കമ്പനിക്ക് ഒരു പേര് വേണ്ടേ? ഒരു പേരുണ്ടല്ലോ, വെങ്കടേശ്വര സ്പിന്നിംഗ് മില്ല്. അതല്ല, ഈ അല്ലമീൻ അങ്ങനെ എന്തെങ്കിലും? അല്ല, അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അല്ലേ? അല്ല, അത് ഉരുണ്ട് കളിക്കണ്ട. വെങ്കടേശ്വര സ്പിന്നിംഗ് മില്ല് എന്ന പേരുണ്ടല്ലോ, അത് മതി. മതി.
അപ്പൊ എന്നാ ഉദ്ഘാടനം? എന്ന് ലോൺ കിട്ടും? ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ ലോൺ കിട്ടും. നാളെ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത ആഴ്ചയിൽ ലോൺ കിട്ടിയാൽ ഈ വരുന്ന 19-ന് ഉദ്ഘാടനം. 19 എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. മതി, അന്ന് എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ അന്ന് തന്നെ ഉദ്ഘാടനം. എല്ലാരും ഉണ്ടല്ലോ. വരൂ വരൂ വരൂ. വരണം വരണം വരണം. സമയം 10 ഇനി വൈകിക്കണ്ട. ഓക്കെ. അജയരെ വാ നടക്കാം. ദുരിതം പെയ്തിറങ്ങിയ മണ്ണിലേക്ക് രക്ഷകനായി കടന്നു വന്ന നമ്മുടെ ഖാദർ മൊയ്തൂന് 1000 അഭിനന്ദനങ്ങൾ. ഒന്നര വർഷത്തോളം പൂട്ടിക്കിടന്ന വെങ്കടേശ്വര സ്പിന്നിംഗ് മിൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കണ്ണീരൊപ്പിയ നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തു സാഹിബിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഖാദർ മൊയ്തുവിൻ്റെ വാപ്പ മൊയ്തു സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സുബ്രേട്ടാ, എന്റെ പറ്റെത്രയാ നോക്കി? ശമ്പളം കിട്ടിയാ? കിട്ടി. എന്റെ ചേട്ടാ, ശമ്പളം വാങ്ങുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. ഇനി കണ്ണ് നിറയണ്ട. നമ്മുടെ നാടിന്റെ കണ്ണീരൊപ്പാനാ ഖാദർ മൊയ്തു വന്നത്. ഇപ്പൊ കണ്ണീരൊപ്പിയില്ലേ? പൂവിട്ട് പൂജിക്കണം അയാളെ. വാങ്ങിയാലോ? വാങ്ങ്, ഇന്ന് പൊളിക്കണം. ഇന്ന് ഷെയർ ഇടണം കേട്ടോ. തയ്യാറല്ല, ഇന്നത്തെ ചെലവ് എന്റെ വക. ഓക്കെ, ഇനി ടച്ചിൻസിനോ? പോടാ അവിടുന്ന്. ഇന്നെന്താ വൈകി? ഒന്നുമില്ല. ചാവി നാളെ വരാം. ഭക്ഷണം വിളമ്പട്ടെ? വേണ്ട, എന്തേ? വിശപ്പില്ല. മക്കളെ ഉറങ്ങിയോ? ഉപ്പേ ഉറങ്ങി. നാളെ നിന്റെ ഗോൾഡ് എനിക്കൊന്ന് വേണം. പണയം വെക്കാനാ? അല്ല, വിൽക്കാനാ. നിങ്ങളെല്ലാം വിറ്റ് തോൽച്ചോളി. കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഗോൾഡ് ചോദിച്ചത്. ഷാർജ വിടണ്ടാന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. അപ്പൊ ഉപ്പാന്റെ ആഗ്രഹം, ഉമ്മാന്റെ ആഗ്രഹം, ഇപ്പൊ ആഗ്രഹിച്ചവരൊക്കെ എവിടെ? നിർത്തടി, അല്ലെങ്കിലേ സ്വൈരം കിട്ടിട്ടാ വരണേ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു... ഞാനൊന്നും പറഞ്ഞില്ല. മാർച്ചിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവും. ഉണ്ടാവട്ടെ. നമ്മുടെ പഞ്ചായത്തിൽ എന്തൊക്കെയായാലും PDF വരും. അതെന്താ എനക്കത്ര ഉറപ്പ്? ഈ കഴിഞ്ഞ 4 കൊല്ലത്തെ വികസനം തന്നെ. കുതിരവഴിപ്പാലം റോഡ് നന്നാക്കിയില്ലേ?
ആ റോഡ് പൊളിയും ചെയ്തില്ലേ? ആ റോഡ് കോൺട്രാക്ടർ ശരിയല്ലാത്തോണ്ടാ. ശരിയല്ലാത്ത കോൺട്രാക്ടറെ നിങ്ങൾ എന്തിനു വെച്ചു? ജില്ലാ പഞ്ചായത്തിന് കൈക്കൂലി, ബ്ലോക്ക് പഞ്ചായത്തിനും കൈക്കൂലി, ഗ്രാമപഞ്ചായത്തിനും കൈക്കൂലി. ബാക്കി എന്ത് ഞൊട്ടം കൊണ്ട് റോഡ് പണിയെടുത്തു? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് എൻ്റെ രാഷ്ട്രീയം ശരിയല്ലാത്തോണ്ടാ. നമ്മൾ വെറുതെ തല്ലുകൂടണ്ട. ഈ നേതാക്കന്മാരൊക്കെ ഒറ്റക്കെട്ട, അതറിയോ നിങ്ങൾക്ക്? അതുപോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മെമ്പർക്ക് പാർട്ടി സീറ്റ് കൊടുക്കുമോ? സിറ്റിംഗ് സീറ്റിന് ഞാനൊരു പിടി മുറുക്കിയിട്ടുണ്ട്. ഗ്രൂപ്പില് ശിവാനന്ദനും പിടിമുറുക്കിയിട്ടുണ്ടെന്നാ കേക്കണേ. ശിവാനന്ദനാണ് പോഷാലോ. 2 തുണ്ടാക്കിയ കൂണ ജാതിയവൻ. വേറൊരു കാര്യം കേട്ടോ, പുള്ളിക്കാരൻ സീറ്റിന് പിടിമുറുക്കിയ അവന് കിട്ടൂല്ലേ? എന്റെ പൊന്നു മെമ്പറെ, ആകെ കുറച്ചു മാസം കൂടിയുള്ളൂ. അതിനിടയിൽ 10 കാശുണ്ടാക്കാൻ നോക്ക്. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? ഒന്ന് തൊള്ളിയിടാതെ പാടോ. നമ്മുടെ കമ്പനിയില് സമരം. സമരോ? പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഇത്തരമൊരു സമരം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രമിച്ചതാണ്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ധാർഷ്ട്യം തൊഴിലാളികളെ സമരത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, ലാഭത്തിൻ്റെ 40% ബോണസ് നൽകുക, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം. ഷാർജയിൽ മനുഷ്യനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നത് പോലെ കേരളത്തിൽ നടക്കില്ല എന്ന് മാനേജ്മെൻറ്റിനെ ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. AC മുറിയിലിരുന്ന് സ്വർണ്ണത്തളികയിൽ പാൽക്കഞ്ഞി കുടിക്കുന്ന ബൂർഷ്വാസി തൊഴിലാളികളുടെ വിയർപ്പിന്റെ വില മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഗേറ്റിന് തുറക്കില്ല, ഈ മെഷീനുകൾ ഓടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. തൊഴിലാളി സമരം സിന്ദാബാദ്! തൊഴിലാളി സമരം സിന്ദാബാദ്! ലാഭത്തിന്റെ 40% ബോണസ് നൽകുക, ശമ്പളം വർദ്ധിപ്പിക്കുക, അതിജീവന സമരം സിന്ദാബാദ്! തൊഴിലാളി സമരം സിന്ദാബാദ്! ലാഭത്തിന്റെ 40% ബോണസ് നൽകുക, ശമ്പളം വർദ്ധിപ്പിക്കുക, തൊഴിലാളി സമരം സിന്ദാബാദ്! 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 മുതലാളിയുടെ കാടത്തം അവസാനിപ്പിക്കുക, തൊഴിലാളി സമരം സിന്ദാബാദ്! മുതലാളിയുടെ കാടത്തം അവസാനിപ്പിക്കുക. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. സലാമേ, വണ്ടി വിടെ. മുതലാളിയുടെ കാടത്തം അവസാനിപ്പിക്കുക. ഇന്നീ സമരം സൂചന മാത്രം, ഇന്നീ സമരം സൂചന മാത്രം. കണ്ട് പഠിച്ചില്ലെങ്കിൽ നാളെ സമരം മാളിക്കത്തും. നീ വെറുതെ ബേജാറാവണ്ട, എല്ലാത്തിനും പടച്ചോ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കും. ഞാൻ പറയണ കേൾക്കുന്നുണ്ട് അനക്ക്? ഉണ്ട്. പിന്നെ എന്താ എനക്ക്? ജീവിതത്തിൽ അങ്ങോട്ട് തോറ്റുപോകുന്നൊരു പേടി. അങ്ങനെ ഒരു പേടിയും വേണ്ട. ഒറ്റ കൊട്ടനുറപ്പില്ലാണ്ട് തുടങ്ങിയതാ നമ്മള്.
അതിന്ന് ഇതേവരെ എത്തിയില്ലേ? അതൊക്കെ എൻ്റെ ഒറ്റ ധൈര്യം കൊണ്ടാ. ആ ധൈര്യം ചോർന്നു പോവരുതേ. അന്നത്തെ പോലെയല്ല ഇന്ന്. സമരം നീണ്ടുപോയാൽ ആകെ പ്രശ്നമാകും. ഓർഡറുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കസ്റ്റമർ ഓർഡർ വേറെ കൊടുക്കും. ലോണടവ് തെറ്റും, കമ്പനി പൂട്ടും. ഉള്ളൂ. വീടും പറമ്പും ബാങ്ക് ജപ്തി ചെയ്യും. ഈ യാത്ര ഒരു മുളം കയറിന്റെ തുമ്പിലേക്കാണോ എന്നൊരു പേടി. നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുത്. ഞാൻ കെട്ടിയ കുടുക്കല്ലേ, ഞാൻ തന്നെ ഊരിത്തരാം. നാളെ മെമ്പറായിട്ടൊന്ന് ചർച്ച ചെയ്യാം. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു ഒത്തുതീർപ്പിൽ ഞങ്ങളില്ല. മെമ്പർക്ക് അറിയാലോ കമ്പനി ലാഭത്തിലായിട്ടില്ല എന്ന്. കിട്ടുന്ന ഓർഡർ തന്നെ കറക്റ്റായിട്ടുള്ള സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ അവസരത്തിൽ എങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുക്കുക? കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്തിരിക്കുന്നത് തന്നെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റിട്ടാ. സ്വർണം വിൽക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റുമോ? ഈ സമരം ഞാൻ ഇപ്പോൾ ഒത്തുതീർപ്പാക്കി തരാം. കഴിയില്ല മെമ്പറെ, ഞാൻ ആകെ മൊത്തം പൊട്ടി നിൽക്കുകയാണ്. എന്ന് നിങ്ങൾ പറയൂ, എത്ര ലക്ഷം സംഭാവന ചെയ്യും? സത്യം പറയാലോ, വിഷം വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല. പിന്നെ എന്തിനാണ് താനൊക്കെ ഈ പണിക്കേക്കണ്? വല്ല തെങ്ങുകയറാൻ പോയിക്കൂടെ? മെമ്പറെ, ഈ നാടിനു വേണ്ടി, ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന തൊഴിലാളിക്ക് വേണ്ടി എല്ലാം വിറ്റ് തൊലച്ചു വന്നവനാ ഇവൻ. ഇരിക്കണ ഈ വീടടക്കം പണയം വെച്ചിട്ടാ അവൻ ഈ കമ്പനി ഏറ്റെടുത്തത്. അവനോടൊരിത്തിരി മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളെന്തായാലും മര്യാദ പഠിപ്പിക്കുക. തൊഴിലാളികൾ പണിയെടുത്ത കൂലിയാ ചോദിക്കണേ, അല്ല നിങ്ങളുടെ പെണ്ണിന്റെ സ്ത്രീധന കാശല്ല. എന്റെ ഇമ്മാനെ പറ്റി പറഞ്ഞ കൊന്നുകളയും ഞാൻ നിന്നെ. നിർത്തി 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 കുതികാലി വെട്ടും കുതിരക്കച്ചവടും രാഷ്ട്രീയത്തിൽ മതി, എന്നോട് വേണ്ട. കളി പഠിപ്പിക്കും നിന്നെ. പോടാ, പോ, പോടാ അവിടുന്ന്. വാടാ. മെമ്പറെ മെമ്പറെ മെമ്പറെ, മരിച്ചുപോയ അവന്റെ ഉമ്മാനെ പറ്റി പറഞ്ഞപ്പോഴാ അവന് ദേഷ്യം വന്നത്. അതിന് ഞാൻ മാപ്പ് പറയുന്നു. നിങ്ങൾ എന്തിനാന്ന് അവനോട് മാപ്പ് പറയണേ? നീ മിണ്ടരുത്. സമരം തുടർന്ന ലോൺ അടവ് തെറ്റും, വീടും പറമ്പും ബാങ്ക് ജപ്തി ചെയ്യും. കേറി കിടക്കാൻ മറ്റൊരു സ്ഥലമില്ലാത്തോണ്ട് പറയാണ്, സമരം പിൻവലിക്കണം. ആദ്യം അവന്റെ ധാർഷ്ട്യം നിർത്ത്, അല്ലെങ്കിൽ തൊഴിലാളികൾ എന്താണെന്ന് അവനറിയാൻ പോകുന്നുള്ളൂ. ഞാനൊന്ന് പറയണ കേക്കെന്റെ മെമ്പറെ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. മെമ്പറെ, ചർച്ച എന്തായി? നിന്നെ പിന്നെ കണ്ടോളാം, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നട്ടല്ലൂരി കൊടി കെട്ടും. മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ പിന്നെ കണ്ടോളാം. അനുവദിക്കില്ല, അനുവദിക്കില്ല, കമ്പനി തുറക്കാൻ അനുവദിക്കില്ല, കമ്പനി തുറക്കാൻ അനുവദിക്കില്ല, അനുവദിക്കില്ല, കമ്പനി തുറക്കാൻ അനുവദിക്കില്ല, ഇരിക്കി 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 ഇരിക്കി. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, കമ്പനി തുറക്കാൻ അനുവദിക്കില്ല. നിർത്ത് നിർത്ത് നിർത്ത്, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. നിർത്ത് നിർത്ത്. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ, തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ മക്കളി നീ കളി സൂക്ഷിച്ചോ. അവിടെ നിൽക്കണ്ട, പോവാം. നീ മിണ്ടാതിരിക്ക്. അവിടെ എറിയാൻ ഭാഗത്തിന് കല്ല് വെച്ചിട്ടുണ്ട്. എറിയണമെങ്കിൽ എറിയട്ടെ. കമ്പനി പൊട്ടിയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സംസാരിച്ച അപകടമാണ്. വിട്ട് വിട്ട് മാറടാ. ചാവണമെങ്കിൽ ചാവട്ടെ. ജീവിക്കാനുള്ള അവസാന ശ്രമം തടയല്ലേ. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ, തൊഴിലാളികളെ തൊട്ട് എനിക്കൊന്ന് പറയാനുള്ളത് കേൾക്കണം. പ്രിയപ്പെട്ട തൊഴിലാളികളെ, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. എൻ്റെ വീടും പറമ്പും പണയം വെച്ചാണ് ഞാൻ ഈ കമ്പനി വാങ്ങിയത്. എൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കരുതേ. എറിയടാ പന്നി. എന്റെ കേട്ടന് എറിഞ്ഞ് കൊല്ലടവന്, വിടണ്ടവന്.
എറിയേ കൊല്ലുന്ന കൊല്ല്. പന്നിയുടെ മോനെ അന്ന ഞാൻ ഗുളിക കഴിച്ചോ? നല്ലപോലെ ഷാർജയിൽ കച്ചവടം ചെയ്തിരുന്ന എന്നെ ഞാനൊരു ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിച്ചു. താരില്ലപ്പ. കയ്യിലെ കാശും പോയി, കടവും വന്നു. ഇപ്പതാ നാട്ടുകാരെ ഏറും കുത്തും. ഇപ്പ നിങ്ങളെനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ? ഈ ചെന്നായിക്കളുടെ കയ്യിലിട്ടാ വാപ്പന്നെ എറിഞ്ഞു കൊടുക്കണേന്ന് വാപ്പ അറിഞ്ഞില്ലടാ പോനെ. നിങ്ങൾ കരയാൻ പാടില്ലപ്പ. നാട്ടുകാരെ ആത്മഹത്യന്ന് രക്ഷപ്പെടുത്താന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിപ്പോ നമ്മുടെ ആത്മഹത്യ ആവോന്നാ എനിക്ക് പേടി. നല്ല നാട്ടുകാര്, അവർക്കൊക്കെ നല്ലത് വരട്ടെ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ ഈ അനുസരിക്കൂ? ഇപ്പ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും അനുസരിക്കാത്തതുണ്ടോ? നമുക്കിനി ഈ നാട് വേണ്ട. നീ ഷാർജയിലേക്ക് പോയിക്കോ. പോവാം. എനിക്ക് കൂടി ഒരു പാസ്പോർട്ട് എടുക്കൂ നീ. അന്റെ കൂടെ ഞാനും വരികയാണ്. അന്റെ ഉമ്മ ഉറങ്ങണ ഈ മണ്ണ് കടന്ന് മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് വേണ്ട. ഈ നാടിനെ വെറുത്തു, അത്രയ്ക്ക് വെറുത്തു ഞാൻ. പെട്ടെന്നൊരു പോക്ക് നടക്കില്ലേപ്പാ. അതെന്താ? ഒന്ന് ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലപ്പാ എൻ്റെ അടുത്ത്. അത്രയ്ക്കൊക്കെ നമ്മൾ പൊളിഞ്ഞു. പിന്നെന്താ കാരണം? ഈ വീടും പറമ്പും ബാങ്ക് ജപ്തി ചെയ്യും. അതിലും നല്ലത് ഇത് വിറ്റ് കടം തീർക്കല്ലേ. അതെ, വീട് വിൽക്കണവരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം. ഒരായസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഈ. എല്ലാം പോയില്ലേ. ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഒരു കടലാസു തോണി പോലെ ആടി ഉലയുകയാണ് എൻ്റെ മനസ്സ്. നീ ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ. മരിക്കാൻ പോണവരെ കൈ പിടിച്ച് രക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ. ആ നിന്റെ കൈ പിടിക്കാൻ പടച്ചോണ്ടാവും. ആ കൈക്കുള്ളിൽ നീ ഭദ്രായിരിക്കും. നഷ്ടപ്പെട്ടതെല്ലാം മറക്ക്. ഇനി എന്ത് എന്നുള്ളത് മാത്രം ആലോചിക്കും. എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടാത്ത ഇബിലീസിന്റെ ചോദ്യാവും അത്. കാതർ ഉറങ്ങിയ ഇല്ല. ഓനിപ്പ എങ്ങനെയുണ്ട്? അങ്ങനെ ഇരിക്കണ. അങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞാ എപ്പോ നോക്കിയാലും ഒരേ ആലോചന. എന്റെ മനസ്സമാധാനമൊക്കെ പോയി ഉപ്പ. നല്ല ശ്രദ്ധിച്ചോ. ഈ സമയത്ത് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഉപ്പ എന്താ ഉദ്ദേശിച്ച്? സുൽത്താനായിട്ട് ജീവിച്ചതാ കാതർ. എല്ലാം നഷ്ടപ്പെടുമ്പോ ചാവാനാ തോന്നുക. അല്ല, അതിന് കാതറിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോണ് വെക്കാൻ ഞാൻ കതിർക്കാനെ ഒന്ന് നോക്കട്ടെ. ഇക്ക 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 അൽഹംദുലില്ലാ. എന്തേ? സമയം 1:30 ഉറങ്ങണ്ടേ? ഉറക്കം വരുന്നില്ല. നീ പോയി കിടന്നോ. നിങ്ങളെ ഒറ്റയ്ക്കിട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? വരി, കുറച്ചു നേരം കിടന്നാൽ തനിയെ ഉറക്കം വരും. പിന്നെ നിങ്ങൾ പറയാറില്ലേ പഠിച്ചവൻ കാരണവാനാണെന്ന്. എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കാം നമുക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടത്.
വരും. മത്തി മത്തി മത്തിയേ, അയില 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 അയിലേ, ചെമ്പല്ലി, മത്തി മത്തി മത്തിയേ. മത്തിയേ, നിങ്ങളെ ആ തുണിമില്ലിന്റെ മുതലാളി ഖാദർ മൊയ്തുവിന്റെ ആരെങ്കിലും ആണോ? അകന്നൊരു ബന്ധുവാ. ആ, നിങ്ങൾക്ക് അയാളുടെ നല്ല ചായയുണ്ട്. മത്തി 1 കിലോ എടുക്കട്ടെ? വേണ്ട, കാല് മതി. കാലിത്രേ ഉള്ളൂ, ഇതെന്താവാനാ? മതി മതി, കമ്പനി പൂട്ടിയത് മുതൽ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടില്ല. ഇനി കമ്പനി തുറക്കുവോ അതോ പട്ടിണി കിടന്ന് ചാവുവോ ദൈവത്തിനറിയാം. മേഡം, ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ ധാരാളം ജോലിയുണ്ട്. എന്താ പറഞ്ഞേ? കേട്ടൊന്നും? ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ ധാരാളം ജോലിയുണ്ട്. ജോലി ചെയ്യാത്തവർക്കാണ് തൊഴിലില്ലായ്മ, അല്ലേ? പാത്രം കാട്ടിൻ. മത്തി മത്തി മത്തിയേ, ചെമ്പല്ലി ചെമ്പല്ലി, അയില അയില, കോര കോര. കമ്പനി തുറന്നു പ്രവർത്തിക്കുക. നാടിനെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുക. പട്ടിണിയാണ് 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 പട്ടിണിയാണ്. കമ്പനി തുറന്നു പ്രവർത്തിക്കുക. കമ്പനി തുറന്നു പ്രവർത്തിക്കുക. പട്ടിണിയാണ് 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 പട്ടിണിയാണ്.